നഗരക്കാഴ്ചകളാണ് ട്രാഫിക് യൂണിവേഴ്സിറ്റി ഫ്രണ്ടിലും യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ സൈഡിലും കൂടെ നമ്മളിങ്ങനെ ഒരു ബസ് യാത്ര പോവുക കുറച്ച് നഗരക്കാഴ്ചകൾ ഭയങ്കര ട്രാഫിക്. ഫ്ലൈഓവറിൽ കൂടെ പോവുകയാണ്. ഭയങ്കര ട്രാഫിക്കായതുകൊണ്ട് യൂണിവേഴ്സിറ്റി ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൻ്റെ സൈഡാണ്. എല്ലാം കൊടിതോരണങ്ങൾ കെട്ടി വെക്കുന്നു. ഭയങ്കര സ്പീഡായതുകൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ സൈഡിൻ്റെ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ആൾക്കാർക്ക് വീട് റൂമൊക്കെ വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടോ. എഡിറ്റിൻ്റെ അകമാണ് നമ്മൾ ഫ്ലൈഓവർ കയറി ഇങ്ങനെ വന്ന് ക്ഷേത്രത്തിൻ്റെ റോഡിലേക്ക് പോകുക. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അസംബ്ലി കോംപ്ലക്സ്. ഞാനിപ്പോൾ അസംബ്ലി കോംപ്ലക്സ് കാണിക്കുന്നില്ല, അല്ലാത്ത ട്രാഫിക്കാണ് കാണിക്കുന്നത്. ഇതൊക്കെ അസംബ്ലി കോംപ്ലക്സിൻ്റെ ഓപ്പോസിറ്റാണ്. ട്രാഫിക് ഉണ്ട്, ഭംഗിയില്ല, അടങ്ങി കിടന്നു. ഭയങ്കര സ്പീഡിൽ ബസ് പോകുന്നത് കൊണ്ട് ഒരു രസമാണുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് കണ്ട ഇതിപ്പം ഇത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും പൂർത്തീകരിച്ചു എൻ്റെ അച്ഛൻ്റെ ചേട്ടനുമാണ്. അച്ഛൻ്റെ അച്ഛൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം അച്ഛൻ്റെ ചേട്ടൻ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുക മടിയനായിരുന്നു. അപ്പൂപ്പൻ വല്യച്ഛനെ എത്തിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വല്യച്ഛൻ്റെ പേരൊക്കെ. വല്യച്ഛനെ ഇവിടെ ഗോൾഡ് കോയിൻ, അന്നത്തെ ഗോൾഡ് കോയിൻ പറഞ്ഞപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഇങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വില കൂടുതലാണ്. പക്ഷേ ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അത്ര വിലയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. GV രാജ പവലിയൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു ആവശ്യത്ത് മസ്കറ്റ് കോർട്ടിലാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. എനിക്ക് അങ്ങോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ റൈറ്റ് സൈഡ് മാത്രമാണ് കാണിക്കുന്നത്. അവിടെ മസ്കറ്റ് കോർട്ടില്ല. അവിടെ കൂടെ ഫസ്റ്റ് അങ്ങോട്ട് കാണിച്ച് ചെയ്യുന്നു. നമ്മളിവിടെ നിൽക്കുന്ന ഈ ജംഗ്ഷനിൽ നിൽക്കുകയാണ്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൻ്റെ അവിടെ അങ്ങോട്ട് ട്രാഫിക് വിട്ടിനിപ്പോൾ നമ്മൾ വിടും. നമുക്കും പോകാം. ഇവിടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. ഉണ്ടോ? അതിപ്പോൾ കാണുമ്പോൾ അറിയാം ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അതുകൊണ്ട് വീണ്ടും ട്രാഫിക് എന്ത് ബസ് കാറുകളാണ് ഉള്ളത് നോക്കിയാൽ. അതുപോലെ മഴ ദിവസങ്ങളാണ് അത് കൂടുതൽ കാണാൻ. ഇത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൻ്റെ സൈഡാണ്. ഫ്രണ്ടിനകത്ത് ഒരുപാട് ട്രാഫിക് ഉണ്ട്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൻ്റെ വാളിൽ അർച്ചറിയുടെ ഒരുപാട് കലകളുണ്ട്. കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇപ്പോൾ ബസ് കിടക്കുകയാണ്. നമ്മളത് പാർട്ടിലാണ്. കോർപ്പറേഷൻ ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ പുതിയൊരു 1-2 ബിൽഡിംഗ് ഉണ്ടാക്കി. കോർപ്പറേഷൻ ബിൽഡിംഗ് ഇവിടെ ട്രാഫിക്കാണ്. നമ്മൾ നന്തൻകോട് വഴിയാണ് ഈ ബസ് തിരിഞ്ഞു പോകുന്നത്. അതൊരു മ്യൂസിയമാണ്. ഞാനൊരു മ്യൂസിയത്തിൻ്റെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കാം. മ്യൂസിയം സൂ. അതൊരു മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല, സൂവിൻ്റെ വാളാണ്. ഇതും ഇവിടെ ഒരുപാട് കലാപരമായിട്ടൊക്കെ വരച്ചു വെച്ചു. നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ മ്യൂസിയത്തിനകത്തുള്ള സൂവിനകത്തുള്ള മരങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ട്രാഫിക് ഉണ്ട് കണ്ട. ഞാനിപ്പോൾ ഈ മരങ്ങളെ കാണിക്കാം. മ്യൂസിയത്തിൻ്റെ മ്യൂസിയം അല്ല, മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ ഈ പഴയ ആൾക്കാരുടെ പടങ്ങളും അതുകൊണ്ട് മ്യൂസിയം അല്ല, ഇത് സ്കൂളാണ്. മ്യൂസിയം ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത്.
നല്ല മരങ്ങളും മോളും നല്ല ഭംഗിയുണ്ട്. എന്നാലും ഇപ്പം മഴയും കൂടെ കണ്ട് ഭയങ്കര പച്ചപ്പാണ്. പച്ചപ്പ് കണ്ട് കണ്ണിന് ഭയങ്കര സുഖമാണ്. ഭയങ്കര മരങ്ങളാണ് ഇത്, ഭയങ്കര ഹ്യൂജ് മരങ്ങളാണ്. ഇവിടെ മഴയും മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടാണ്. മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ട് ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ കനകനഗർ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ വഴിയാണ്. ഇത് പിന്നെ ആൾക്കാരുടെയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളും പിന്നെ ഇതൊന്ന് റിസർവ് ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട് കുറച്ചങ്ങോട്ട്. ഇതിപ്പം ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്, പ്രൈവറ്റ് വീടുകളും. എല്ലാം പണ്ട് ഉള്ള വീടുകളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെയായിരുന്നു, അണ്ടങ്കോടെ. നമ്മൾ ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ സിംഹമൊക്കെ ഒച്ചയിടുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മൾ ഈ റൗണ്ട് ബോട്ട് ഇങ്ങനെ തിരിഞ്ഞ് വീണ്ടും പണ്ടങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ടാണ് ഇത് ദേവസ്വം റോഡിലേക്ക് പോകുന്നത്. ഇത് റിസർവ് ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സാണ്. ഈ റിസർവ് ബാങ്ക് ക്വാർട്ടേഴ്സാണ്. ഇത് കൊണ്ടേ ഉള്ള ഒത്തിരി വർഷത്തിനും വേണ്ട ക്വാർട്ടേഴ്സിൻ്റെ എൻട്രൻസ് അവിടെ ഇതൊക്കെ ക്വാർട്ടേഴ്സാണ്. ഇതെൻ്റെ സൈക്കസ് പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ. എന്താ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് അറിയാനില്ല. നല്ല ഇത് ഇവിടെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടായിരുന്നത്. അപ്പോൾ അതൊക്കെ വേറെ എനിക്ക് തോന്നുന്നു കെയർ ഗിവരിയുടെ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടോ. ഇവിടെ ഒരു ജിമ്മുണ്ട്, പിന്നെ ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഇതാണ് ജോൺ സ്ട്രീറ്റ്. പിന്നെ ഇവിടെ ഓൾഡ് ഏജ് ഹോം പണ്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഓൾഡ് ഏജ് ഹോം. ഇതെപ്പോഴും അതാണെന്നാണ് തോന്നുന്നത്. അതെ അതെ, അതാ അങ്ങനെ ക്രിസ്ത്യസമാണെന്ന് എന്താണ് എഴുതിയിരിക്കുന്നത്. ഇത് വലിയ ഒരു ആന്തം എന്ന് പറയുന്നത് വലിയ ഫ്ലാറ്റാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിപ്പം ഇന്ന് ആദ്യമായിട്ട് കാണാൻ ഇത് ഒരുപാട് നാളായിട്ട് ഉണ്ടെന്ന് തോന്നി. ഞാൻ ബസ്സിൽ വരാത്തത് കൊണ്ട് കാണാറില്ല. അല്ല ദേവിയുടെ ബലവും ദേവസ്വമാണ്. 3 പേരുണ്ട്. സ്വാമിയും ദേവിയും സ്വാമിയും ഭഗവാൻ അയ്യപ്പ സ്വാമിയും. അവന് വീട്ടിൽ ഈ സൈഡിലേക്ക് വരാം. ഇതിപ്പം തെക്കൻ റോഡാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിപ്പം ഇവിടെ നിർത്തുന്നത് സ്കൂളാണ്. ഇതിപ്പോൾ സ്കൂളിൻ്റെ കോമ്പൗണ്ട് തുടങ്ങി. ക്രിസ്ത്യൻസിൻ്റെ സ്കൂളല്ല, ഒരു ഭയങ്കര ഭംഗിയായിട്ടൊക്കെയാണ് വെക്കുന്നത്. നമ്മളെ ഹിന്ദുക്കളെയും മുസ്ലിംസെയും കാട്ടിയൊക്കെ നല്ല വൃത്തിയും വെടുപ്പുമായിട്ടൊക്കെ അവരാണ് വെക്കുന്നത് എന്നാണ് എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത്. എപ്പോഴും വീടാണെങ്കിലും അതെ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അതെ, അങ്ങനെയൊക്കെ ശരിയാണ്. പണ്ടൊരു പഴയ വീടായിരുന്നു, അതിനെക്കുറിച്ച് ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിൽ വെച്ചിട്ട് ഇതൊക്കെ വീടാണ്. ഇപ്പം വലിയ വലിയ ആൾക്കാരുടെ വീട്, പണ്ട് മുതലുള്ള വീടാണ്. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണത്. ഇപ്പം നമ്മൾ ഇതിപ്പം TTC എന്ന് പറയുന്നത് റോഡ് നന്നങ്ങോട് ദേവസ്വം ബോർഡൊക്കെ ടച്ച് ചെയ്ത് വന്ന് കവടിയാറിലോട്ട് പോകാനായിട്ട് തോന്നി. ഇപ്പം ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ കവടിയാറാണ്. പിന്നെ ഓപ്പോസിറ്റ് കാണിച്ചു തരാം. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പിന്നെ നമുക്ക് മല സൈഡിലൊരു പിന്നെ എന്താ TTC ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ്. ഇപ്പോൾ അംഗങ്ങളാണെങ്കിൽ ഒത്തിരിയും പൈസ കൊടുക്കാനുണ്ട്. പണ്ടൊക്കെ കുറച്ച് തന്നെ, പണ്ടൊക്കെ ഒരുപാട് കൊടുക്കണം. എൻ്റെ ഭംഗിയുണ്ട്. ഞാൻ കവടിയാർ ജംഗ്ഷൻ വരെ വീഡിയോ എടുക്കും. അത് കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്യും. എനിക്ക് അമ്പലമുക്കിൽ ഇറങ്ങണം. എൻ്റെ കാർ അവിടെ വർക്ക്ഷോപ്പിൽ കിടക്കണം. അപ്പോൾ അതിനെ പോയി എടുക്കണം. അമ്പലമുക്കിൽ നിന്ന് കുറച്ച് ദൂരം പോകണം. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഒരു ഓട്ടോയിലും അല്ല ചിലപ്പോൾ നടന്നു പോകും. ഡിപ്പെൻസാണ്. കവടിയാർ ജംഗ്ഷനായി. രാജാവിൻ്റെ നമ്മുടെ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ വീടിൻ്റെ വഴിയാണ്. എന്ത് ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. ഇവിടെ ഇപ്പം സിഗ്നലിൽ കിടക്കുക. ദൂരെ കാണുന്നുണ്ട്, അതാണ് കൊട്ടാരത്തിൻ്റെ വാതിൽ.
ഇവിടെ ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കിവിടെ നിർത്താമേ. ബൈ.